നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒക്ടോബർ 2024 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ലോക സമ്പാദ്യ ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഇതിന്റെ ആൻസർ ഒക്ടോബർ 31 1924 ഒക്ടോബർ 31 ആദ്യത്തെ ഇന്റർനാഷണൽ സേവിങ്സ് ബാങ്ക് സമ്മിറ്റ് ഇറ്റലിയിലെ മിലാനിൽ വെച്ച് നടന്നത്. ആ സമ്മേളനത്തിൽ വെച്ച് ഇറ്റാലിയൻ പ്രൊഫസർ ഫിലിപ്പോ റാവിസിയാണ് ഒക്ടോബർ 31 വേൾഡ് സേവിങ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുവാനായിട്ട് ആഹ്വാനം നൽകിയത്. ഈയിടെ അന്തരിച്ച രോഹിണി ഗോഡ്ബോലെ ഏത് മേഖലയിലാണ് പ്രശസ്തയായത്? അതിന്റെ ഉത്തരം ഫിസിക്സ് ആണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന വനിതാ ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ശ്രീമതി ഗോഡ്ബോലെ. 2019 രാജ്യം അവർക്ക് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലെ പ്രൊഫസർ ആയിരുന്നു അവർ. 2024 ഇക്രിസാറ്റിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരാണ്? അതിന്റെ ആൻസർ ഡോക്ടർ ഹിമാൻഷു പഥക് ആണ്. ഇക്രിസാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെമി ഏരിഡ് ട്രോപ്പിക്സ് എന്നാണ്. ഇതിന്റെ ഹെഡ് ഓഫീസ് തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. ഇതിന്റെ മുന്നിലത്തെ ഡയറക്ടർ ജാക്ലിൻ ഡാരോസ് ആയിരുന്നു. സിംഗപ്പൂർ ഇന്ത്യ ബയലാറ്ററൽ മാരിടൈം എക്സസൈസിന്റെ 31ാം പതിപ്പ് ഈയിടെ ഇന്ത്യയിലൊരു പ്രദേശത്ത് വെച്ച് നടന്നു. അതെവിടെയാണ്? അതിന്റെ ഉത്തരമാണ് വിശാഖപട്ടണം. ഈ മാരിടൈം എക്സസൈസിനെയാണ് സിംബെക്സ് എന്ന് പറയുന്നത്. ഇത് ഒക്ടോബർ 23 മുതൽ 29 വരെയാണ് നടന്നത്. 1994 ഇങ്ങനത്തെ ഒരു എക്സസൈസ് ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് 2 ഫേസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസ് ആണ് വിശാഖപട്ടണത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിനെയാണ് ഹാർബർ ഫേസ് എന്ന് പറയുന്നത്. അത് ഒക്ടോബർ 23 മുതൽ 25 വരെയായിരുന്നു. സെക്കൻഡ് ഫേസ് സീ ഫേസ് ആണ്. അത് 28 മുതൽ 29 വരെ ബേ ഓഫ് ബംഗാളിലാണ് നടന്നത്. 2024 ഒക്ടോബറിൽ ആക്സിസ് ബാങ്കിന്റെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ആരെയാണ് തെരഞ്ഞെടുത്തത്? ഇതിന്റെ ആൻസർ അമിതാഭ് ചൗധരി. ഇന്ത്യയിലെ 3ാമത്തെ വലിയ സ്വകാര്യ ബാങ്കാണ് ആക്സിസ് ബാങ്ക്. ഈ അമിതാഭ് ചൗധരിയുടെ ടേം 3 വർഷത്തേക്കാണ്. 2024 അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഏത് വിഭാഗത്തിലാണ് ഇന്ത്യയുടെ വിശ്വജിത് മോർ മെഡൽ നേടിയത്? ഇതിന്റെ ആൻസർ 55 കിലോഗ്രാം ഗ്രീക്കോ റോമൻ വിഭാഗത്തിലാണ്. അദ്ദേഹം കരസ്ഥമാക്കിയത് വെങ്കല മെഡലാണ്. ഈ കോമ്പറ്റീഷൻ നടന്നത് അൽബേനിയയിലെ തിറാന എന്ന സ്ഥലത്ത് വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഐക്യദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഇതിന്റെ ആൻസർ ഒക്ടോബർ 31. ദേശീയ ഐക്യദിനം അഥവാ നാഷണൽ യൂണിറ്റി ഡേ എന്ന് പറയുന്നത് ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ്. 2014 മുതലാണ് നമ്മുടെ രാജ്യം ഒക്ടോബർ 31 ദേശീയ ഐക്യദിനമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ അടുത്ത് നമ്മുടെ കേന്ദ്രമന്ത്രി രാജീവ് രംഗൻ സിംഗ് കന്നുകാലി സെൻസസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഒക്ടോബർ 24 അത് തുടങ്ങിയത്. ഇതിന്റെ എത്രാമത്തെ പതിപ്പാണ് ഈ വർഷം ആരംഭിച്ചത്? ഇതിന്റെ ഉത്തരം 21ാമത്തെ പതിപ്പ് എന്നുള്ളതാണ്. കന്നുകാലി സെൻസസ് 2024 ഒക്ടോബർ മുതൽ ഫെബ്രുവരി 25 വരെയാണ് നടക്കുക. ഇത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ വീടുകളിലെയും കന്നുകാലികളുടെ കണക്കെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് സമ്മിറ്റ് 2024 ആരെയാണ് മഹാത്മാഗാന്ധി ലീഡർഷിപ്പ് അവാർഡ് നൽകി ആദരിച്ചത്? ഇതിന്റെ ഉത്തരം ധാരാസിംഗ് ഖുറാന. ധാരാസിംഗ് ഖുറാന ഒരു ഇന്ത്യൻ ആക്ടറാണ്. അദ്ദേഹം മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്തതിനാണ് അദ്ദേഹം അവാർഡിന് അർഹനായത്. ഇതുകൂടാതെ അദ്ദേഹം കോമൺവെൽത്ത് ഇയർ ഓഫ് ചാമ്പ്യൻ കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ഇന്റർനാഷണൽ കോപ്പർ അസോസിയേഷനിൽ ചേർന്ന അലുമിനിയം കോപ്പർ ഉൽപാദകർ ആരാണ്? എന്റെ ഉത്തരം ഹിൻഡാൽകോ. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ് ഹിൻഡാൽകോ. 1958 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇവരുടെ പ്രധാന ഉൽപ്പന്നം കോപ്പർ കാത്തോഡ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാനുമാൻ AI പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ മൾട്ടി മോഡൽ AI മോഡലിന്റെ പേരെന്താണ്? ഇതിന്റെ ആൻസർ എവറസ്റ്റ് 1.0. ഈ ഹാനുമാൻ AI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ടെക്നോളജി കമ്പനിയാണ്. ഈ എവറസ്റ്റ് 1.0 ഇപ്പോൾ 35 ഭാഷകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇത് 90 ഭാഷകളിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ജാമിയ മിലിയ ഇസ്ലാമിയുടെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ടത് ആരെയാണ്? എന്റെ ഉത്തരം പ്രൊഫസർ മസ്സർ ആസിഫ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടയ്ക്ക് സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ കമ്പ്യൂട്ടറുകളിൽ വാട്സപ്പ്, വിചാറ്റ് എന്നിങ്ങനെയുള്ള ആപ്പുകൾ ഒരു രാജ്യം നിരോധിച്ചു. ഏതാണ് രാജ്യം?
എൻ്റെ ഉത്തരം ഹോങ്കോങ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡറായി ആരെയാണ് നിയമിച്ചത്? ഇതിന്റെ ഉത്തരം നീന മൽഹോത്ര. നീന മൽഹോത്ര 1992 ഫോറിൻ സർവീസ് കാഡറിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. 2020 മുതൽ 24 ഏപ്രിൽ വരെ അവർ ഇറ്റലിയിലെ അംബാസിഡർ ആയിരുന്നു. അതിനുശേഷം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലെ സ്പെഷ്യൽ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വംശീയ സമത്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ഉള്ള പ്രതിബദ്ധതയ്ക്കുള്ള 2024 ആന്റി റേസിസം അവാർഡ് കരസ്ഥമാക്കിയത് ആരാണ്? ഇതിന്റെ ആൻസർ ശ്രീമതി ഊർമിള ചൗധരി. ശ്രീമതി ഊർമിള ചൗധരി നേപ്പാൾ സ്വദേശിനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബർ 25 ഇന്ത്യൻ നാവികസേന വിക്ഷേപിച്ച 7ാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റിന്റെ പേരെന്താണ്? ഉത്തരം അഭയ്. അടുത്ത ക്വസ്റ്റ്യൻ, രത്തൻ ആൻഡ് ടാറ്റ എ ലൈഫ് ഈ കൃതിയുടെ രചയിതാവ് ആരാണ്? അതിന്റെ ഉത്തരം തോമസ് മാത്യു. ശ്രീ തോമസ് മാത്യു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇതുകൂടാതെ അദ്ദേഹം വേറെ ബുക്കുകളും രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ വിങ്ഡ് വണ്ടേഴ്സ് ഓഫ് രാഷ്ട്രപതി ഭവൻ, അഡോപ്റ്റ് അണ്ടർ ദ ഡോം, ഇൻ സെർച്ച് ഓഫ് കോൺഫറൻസ്, കൺസേർവിംഗ് ആൻഡ് അപ്ഗ്രേഡിംഗ് പ്രസിഡന്റ്സ് എസ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്നാണ് ലോക ഓഡിയോ വിഷ്വൽ ഹെറിറ്റേജ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഇതിന്റെ ആൻസർ ഒക്ടോബർ 27 ആണ്. ഈ ഓഡിയോ വിഷ്വൽ ഡേയുടെ ഈ വർഷത്തെ തീം യുവർ വിൻഡോ ടു ദ വേൾഡ് എന്നാണ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. എല്ലാവരും ഇത് കേട്ട് പഠിച്ച് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരെയാണെങ്കിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ഫ്രം ടീം അമേസിംഗ് അക്കാഡമിക്സ്.